ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നിലയിൽ പ്രിയഭവനത്തിന്റെ തണലിൽ ഏറ്റവും ദൈവമക്കളാവുന്ന നമുക്ക് ഒരുമിച്ച് സമയമായിട്ട് ഒരിക്കൽ കൂടി അടുത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ, ദൈവദിനത്തിന് മുമ്പാകെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം കൂടി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിഭവനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് പോകുവാനായിട്ടിടയായി. നിരവധി തവണ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ അന്നുണ്ടായിരുന്ന യുവാക്കന്മാരായ പ്രിയപ്പെട്ടവർക്ക് ഈ ഭവനത്തിൽ കടന്നു വരുവാനും പ്രിയപ്പെട്ടവരുടെ ആത്മീക കൂട്ടായ്മയും സന്തോഷമൊക്കെ അനുഭവിക്കാനും ഇടയായി തീർന്ന ചില നാളുകൾ, ചില വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഓർത്തുകൊണ്ടിരുന്നത് എടക്കര സഭയുടെ മനോഹര കാലഘട്ടമെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുവാനായിട്ടിടയായി തീർന്നു. അന്നുണ്ടായിരുന്നവരിൽ പലരും ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അന്ന് ആ ബാക്കിലുണ്ടായിരുന്ന പ്രിയ ഭവനമായിരുന്നു. അതിന്നും അതവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഇന്നിവിടെ വന്നപ്പോഴാണ് ആ ഭവനം ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് കണ്ട് സന്തോഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അന്നുണ്ടായിരുന്ന അനവധി പ്രവർത്തനങ്ങൾ എടക്കര സഭയോടുള്ള ബന്ധത്തിൽ ഉണ്ടായി. പ്രവർത്തനങ്ങൾക്കെല്ലാം പോയി മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്കൊരു അഭയസ്ഥാനമായിട്ട് ഈ ഭവനം, ഒരിടത്താവളമായിട്ട് ഈ ഭവനം ഇവിടെ നിൽക്കുമായിരുന്നു. ഇവിടെ കയറി ചായയും സ്നാക്സും കപ്പ പുഴുങ്ങിയതും ഒക്കെ കഴിച്ചതായിരുന്ന അനേക അനുഭവങ്ങൾ അതിനുശേഷമേ ഇവിടെ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുമായിരുന്നുള്ളൂ. ആ ഓർമ്മകളൊക്കെയാണ് ഇപ്പോൾ മനസ്സിലേക്ക് വരുവാനായിട്ടിടയായത്. പ്രിയ കുടുംബത്തെ ദൈവം ഇത്രത്തോളം ആദരിച്ചു, ഇത്രത്തോളം മാനിച്ചു. പ്രിയപ്പെട്ടവരെ തുടർന്നും പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ നമുക്ക് ഓർക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാ വായിക്കുന്നത്: മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. നമുക്ക് വളരെ പരിചിതമുള്ളതും നിരവധി ആത്മീക ആലോചനകൾ, ദൈവിക ആലോചനകൾ നാം കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനായിട്ടിടയായിട്ടുള്ളത്. അപ്പോസ്തലനായ പത്രോസ് ചിതറിപ്പാർക്കുന്നതായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്നതായ ഒരു ലേഖനമാണ് ഇതെന്നും കാണുവാനായിട്ട് സാധിക്കുന്നു. അവരോട് അപ്പോസ്തലൻ പറയുകയാണ്: മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. ദൈവജനമായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ട് ഈ ലോക ജീവിതത്തിൽ നമുക്കറിയാം, നാം ഈ ലോകത്തിനുള്ളവരല്ല. ഇവിടെ നാം അന്യരും പരദേശികളുമാണ് എന്നുള്ളത് തിരുവഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പ്രവാസികളായിട്ട് പ്രവാസ കാലം കഴിക്കുന്നവരാണ് ദൈവമക്കൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വസ്തുതയാണ് മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു പിതാവ് ഉണ്ട്. അവനെ പിതാവ് എന്ന് നാം വിളിക്കുന്നു എങ്കിൽ അവൻ എങ്ങനെയാ ന്യായം വിധിക്കുന്നത്? ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ നാം ഭയത്തോടുകൂടെ, എത്രയോ ഭയത്തോടുകൂടെ ഈ പ്രവാസത്തിന്റെ നാളുകൾ, ഈ ജീവിത കാലഘട്ടം
നയിക്കണം എന്നുള്ള ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, നാം എല്ലാവരും പറയും നാം രക്ഷിക്കപ്പെട്ടു, നമുക്ക് രക്ഷ ലഭിച്ചു. എന്നാൽ അടുത്ത ഒരു ചോദ്യം, ഇനി എന്താണ്? നാം രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. ഇവിടെ നാം ഒരു വ്യക്തിയെ പിതാവ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പിതാവാണ് ദൈവത്തിന്റെ മക്കളായിട്ട് നാം തീർന്നു. എന്നാൽ ഒരു ചോദ്യമുണ്ട്, ഇനി എന്ത്? ഐ ആം സേവ്ഡ്, നൗ വാട്ട്? ഇനി എന്ത്? അതിന്റെ ഉത്തരമാണ് പത്രോസ് ഈ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവികമായതും അടിസ്ഥാനപരമായതും പ്രായോഗികവുമായ ഉത്തരങ്ങൾ ഈ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ദൈവ പൈതലായി തീർന്നു കഴിഞ്ഞു. ഇനി മുന്നോട്ട് എന്താണ്? അതിന്റെ ഉത്തരമാണ് 13 മുതൽ 21 വരെയുള്ള വേദവാക്യങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ഉറപ്പിനെ കുറിച്ച്, നാം രക്ഷിക്കപ്പെട്ടു എന്ന് നാം ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു, അല്ലെങ്കിൽ നാം മനസ്സിലാക്കി. ആ രക്ഷയുടെ ഉറപ്പിനെ കുറിച്ച് 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, നമ്മുടെ റെസ്പോണ്ട് എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് നാം എന്താ സേഫായി എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ ആയിരിക്കണം, അവൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് എന്നുള്ളത് ദൈവം തന്റെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളിൽ, താഴോട്ടുള്ള വാക്യങ്ങളിൽ 3 വിധത്തിൽ നാം ദൈവത്തോട്, നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ചതായിരുന്ന ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നവരായിരിക്കണം എന്നുള്ള വസ്തുത നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 3 നിലയിൽ നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, ദൈവമക്കളായി നാം തീർന്നു. ആ രക്ഷിക്കപ്പെട്ടതായിരുന്ന ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി ദൈവത്തോട് 3 നിലകളിൽ പ്രതികരണമുള്ളവരാ അല്ലെങ്കിൽ പ്രതികരിക്കുന്നവനായിരിക്കണം, റെസ്പോണ്ട് ചെയ്യുന്നവനായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ച്, 13-ാമത്തെ വാക്യം. മതി. ലിവ് ഇൻ ഹോപ്പ്. രക്ഷിക്കപ്പെട്ടതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 1-ാമത്തെ പ്രതികരണം, ഏത് നിലയിൽ അവൻ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യണം? അവൻ പ്രത്യാശയിൽ ജീവിക്കുന്നവൻ, ലിവ്സ് ഇൻ ഹോപ്പ്, പ്രത്യാശയിൽ ജീവിക്കുന്നവനായിരിക്കണം. ആ നിലയിൽ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. 15-ഉം 16-ഉം വാക്യങ്ങൾ. വിശുദ്ധി ജീവിക്കുക, ലിവ്സ് ഇൻ ഹോളിനെസ്. ദൈവത്തോട് നാം പ്രതികരിക്കേണ്ടതായിരുന്ന 2-ാമത്തെ വിധം അല്ലെങ്കിൽ 2-ാമത്തെ വഴി എന്ന് പറയും, നാം എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ ജീവിക്കണം. ഒന്ന്, നാം പ്രത്യാശയിൽ ജീവിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ദൈവത്തോടുള്ള പ്രത്യാശയിൽ ജീവിക്കണം. 2, അവൻ വിശുദ്ധിയിൽ ജീവിക്കണം. 3, 17-ാമത്തെ വാക്യം നാം വായിച്ചതായിരുന്ന നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ നാം ഭയത്തിൽ ജീവിക്കണം. രക്ഷിക്കപ്പെട്ടതാണ് ഒരു ദൈവ പൈതൽ. അതിനുശേഷം അവന്റെ ജീവിതത്തിൽ 3 നിലയിൽ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യണം, ദൈവത്തോട് പ്രതികരിക്കുന്നവനായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. 1-ാമതായി നാം കണ്ടത്, അവൻ പ്രത്യാശയിൽ ജീവിക്കണം, പ്രത്യാശയിൽ ഉറപ്പുള്ളവനായിട്ട് ജീവിക്കണം. 2-ാമത് അവൻ വിശുദ്ധിയിൽ ജീവിക്കണം. 3-ാമത് നാം വായിച്ചത് ദൈവ ഭയത്തിൽ ജീവിക്കുന്നവനായിരിക്കണം. ഒരിക്കലൊരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യന് ക്രൈസ്റ്റ് ചർച്ചില് സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാര വിഷയം എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷ് സൊസൈറ്റിയെ ഒരു ബെറ്റർമെന്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സമൂഹത്തെ ഒരു ബെറ്റർമെന്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. ആ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, സാർ,
അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അതിന് തടസ്സമായിട്ട് ഈ ബെറ്റർമെന്റിലേക്ക് ഇംഗ്ലീഷ് സൊസൈറ്റി വരുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു തരുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും എന്നെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മനുഷ്യന്റെ മനസ്സിൽ ദൈവഭയം ചത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവഭയം എന്നുള്ളത് മനുഷ്യ മനസ്സുകളിൽ മരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇത് എന്നെ ഭയപ്പെടുത്തുന്നു. ഇതാണ് ഇംഗ്ലീഷ് ജനതയുടെ ബെറ്റർമെന്റിന് തടസ്സമായിട്ട്, പ്രതികൂലമായിട്ട് ഞാൻ കാണുന്നത് എന്ന് അദ്ദേഹം ഓർപ്പിക്കുകയുണ്ടായി. ഗ്ലാഡ്സ്റ്റോൺ എന്ന ഒരു പൊളിറ്റീഷ്യനാണ് അത് പറഞ്ഞത്. അദ്ദേഹം ലോകത്തിന്റെ കൺസേണിലാണ് ആ കാര്യം പറഞ്ഞതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന്റെ, ദൈവസഭകളുടെ അവസ്ഥയും ഇതിൽ നിന്ന് ഇന്ന് ഒട്ടും വിഭിന്നമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വസ്തുതയാണ്. ദൈവഭയം ദൈവജനത്തിൽ, ദൈവഭയം ദൈവസഭകളിൽ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്ത വസ്തുതയാണ്. ഭക്തന്മാർ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ദൈവം ഭക്തന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ദൈവഭയം ദൈവജനത്തിന്റെ മധ്യത്തിൽ, ദൈവസഭകളുടെ മധ്യത്തിൽ തീരെ നഷ്ടമായിരിക്കുന്ന ഒരു കാലഘട്ടം, ഇല്ലാതെയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താ ഓർപ്പിക്കുന്നത്? ദൈവവചനം എന്താ നമ്മെ ഓർപ്പിക്കുന്നത്? ഇവിടെ നാം വായിച്ചു, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടുകൂടെ കഴിപ്പിൻ. ഇല്ല, തീർന്നില്ല. 2-ാം സങ്കീർത്തനം 11-ാം വാക്യം. ദൈവം തന്റെ വചനത്തിലുടനീളം ദൈവത്തിന്റെ ജനത്തോട്, രക്ഷിക്കപ്പെട്ടതായിരുന്ന വ്യക്തി ജീവിതങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന കാര്യം ദൈവത്തെ ഭയത്തോടെ സേവിക്കണം എന്നുള്ളതാണ്. 2-ാം സങ്കീർത്തനം 2:11. ഭയത്തോടെ യഹോവയെ സേവിക്കും. നാമെല്ലാം യഹോവയെ സേവിക്കുന്നവരാണ്. യഹോവയെ സേവിക്കുവാനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടതായിരുന്ന ജനമാണ്. ആ ജനത്തോട് ദൈവം പറയുന്നതാണ് വാക്കുകൾ, നിങ്ങൾ എന്നെ സേവിക്കുന്നത് ഭയത്തോടെ സേവിക്കണം എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. അത് നമുക്ക് പരിചയമുള്ള വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഏറ്റവും ആദ്യം ഒരു ദൈവപൈതലിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വസ്തുത എന്നുള്ളത്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നതായിരുന്ന ഒരു ജീവിതമായിരിക്കണം എന്നുള്ളതാണ്. ആരംഭത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ദൈവ ഭക്തിയാണ്, അല്ലെങ്കിൽ ദൈവ ഭയമാണ്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തെ ഭയപ്പെട്ട്, അവിടെയും പറയുന്നു എന്താ? ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കണമെങ്കിൽ നമുക്ക് ദൈവ ഭയം ഉണ്ടായിരിക്കണം. ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൽപ്പനകളെ അപ്പാടെ പ്രവർത്തിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ, അതനുസരിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ 7:1. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തിലുള്ളതായിരുന്ന ചില കാര്യങ്ങളെ, ലോകവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്ന ചില കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് ദൈവഭയത്തിൽ നാം ജീവിക്കണം. ദൈവഭയത്തിലുള്ളതായിരുന്ന ഒരു വിശുദ്ധ ജീവിതം ഒരു ദൈവത്തിന്റെ പൈതൽ നയിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവസാനമായി ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി, ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കുവാനായിട്ട് അപ്പോസ്തലൻ ഓർപ്പിക്കുക. ഞാൻ എന്തിനാണ് ഈ വാക്യങ്ങളെല്ലാം എടുത്തു വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? ദൈവത്തിന്റെ വചനം വളരെ അസന്നിഗ്ധമായിട്ട് ആവർത്തിച്ച് ദൈവത്തിന്റെ ജനത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവഭയത്തിൽ ജീവിക്കണം. ദൈവഭയം നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കണം. ദൈവഭയത്തോടുകൂടെ നിങ്ങളുടെ പ്രവാസകാലം കഴിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം തുടർച്ചയായിട്ട് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മോട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇനി എന്താ ഈ ദൈവഭയം? എന്താ ദൈവഭയം എന്ന് പറഞ്ഞാല് നാം വായിച്ചത് 17-ാമത്തെ വാക്യത്തെ ഒരു ട്രാൻസ്ലേഷൻ വായിച്ചത് റിവറന്റ് ഫിയർ എന്നാ. റിവറന്റ് ഫിയർ, ബഹുമാനം, ദൈവത്തോടുള്ള ബഹുമാനത്തോടു കൂടിയുള്ളതായിരുന്ന ഒരു ഭയം. കേവലം ഒരു ഭയമല്ല, ദൈവം നമ്മെ നരകത്തിൽ വിടും എന്നുള്ളതായിരുന്ന ആ ഒരു ഭയമല്ല ദൈവഭയം എന്ന് പറയുന്നത്. ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ഉന്നതിക്ക് അനുസരിച്ചുകൊണ്ട് അവനെ ഭയപ്പെടുന്നതായിരുന്ന ഒരു ജീവിതം, ആ ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. അതാണ് നമ്മിൽ ഉണ്ടാകേണ്ട ദൈവഭയം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. കേവലം ഒരു സ്ലേവിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ അടിമയായിട്ട് ജീവിക്കുക, അങ്ങനെയുള്ള ഒരു ഭയമല്ല. അല്ലെങ്കിൽ ദൈവം നമ്മെ പേടിപ്പിച്ചു നിർത്തി എന്ത് ചെയ്യുക, നാം ദൈവത്തെ ഭയപ്പെടുക, അങ്ങനെ ഒരു ഭയമല്ല ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരുന്ന ഒരു ഭയം. ആ ഭയത്തിന് ദൈവവചനം പറയുന്നതായിരുന്ന പേരാണ് എന്ത്? യഹോവ ഭക്തി അല്ലെങ്കിൽ ദൈവ ഭക്തി എന്നുള്ളത്. ഈ ഒരു ഭയമാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ അസന്നിഗ്ധമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നതായിരുന്ന വസ്തുതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം പ്രാരംഭത്തിൽ വായിച്ചു, നിങ്ങൾ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഈ ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ള അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ, ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നാം പറയുന്നതായിരുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നാം ഭയപ്പെടുവാൻ, വാക്കുകൾ പറയുമ്പോൾ നാം ഭയപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. നാം ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നാം ഭയപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. നാം പോകുന്ന ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നാം ഭയപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഈ നിലയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഭക്തി മറ്റുള്ളവർ അറിയുവാനായിട്ട് ഇടയായിത്തീരുന്നത്, ദൈവം നമ്മുടെ ഭക്തി മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 3 നിലകളിൽ വീണ്ടും നമ്മെ ഓർപ്പിക്കുകയാണ് നമ്മൾ ദൈവഭയത്തിൽ ജീവിക്കണം എന്നുള്ളത്. 3 കാരണങ്ങളാൽ, 3 നിലകളിലല്ല, 3 കാരണത്താൽ നാം 17 മുതൽ 19 വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കാരണങ്ങളുണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം, ദൈവഭയത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ നയിക്കുന്ന അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന 3 കാരണങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് പാറ്റേണൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. പാറ്റേണൽ ജഡ്ജ്മെന്റ് എന്താ? ഒരു പിതൃ ന്യായവിധി. ദൈവം നാം ഓർത്തു, ദൈവം നമ്മുടെ പിതാവ് ആണ് എന്നുള്ളത് ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ലോകപരമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പലരും പിതാക്കന്മാരാണ്, മക്കളുള്ളവരാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിതാക്കന്മാരുണ്ട്. ഈ പിതാക്കന്മാരെ മക്കളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അവര് തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്താ? പിതാവിന്റെ കയ്യിൽ നിന്ന് ശിക്ഷ. എന്തുകൊണ്ടാ അവൻ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്നത്? ആ വ്യക്തി പിതാവ് ആയതുകൊണ്ടാണ്. ആ വ്യക്തി ആ കുഞ്ഞുങ്ങളുടെ പിതാവ് ആയതുകൊണ്ട് ആ വ്യക്തിക്കറിയാം അവൻ ചെയ്ത തെറ്റാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി എന്ത് ചെയ്യും? അവരെ ശിക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പിതാവായിട്ട് തീർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായിട്ട് തീർന്നവരാണ് ദൈവ മക്കൾ എന്നുള്ളത്. അതുകൊണ്ട് ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം നാം ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നത് കൊണ്ട് നാം ദൈവഭയത്തിൽ ജീവിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് ദൈവവചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ പാരഗ്രാഫിലെ ഒരേ ഒരു എന്താ പറയുന്നത് കമാൻഡാണത്, ദൈവഭയത്തിൽ ജീവിക്കുക എന്നുള്ളത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ് ആ പാരഗ്രാഫിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ദൈവഭയത്തിൽ ജീവിക്കണം, ദൈവഭയത്തിൽ നിങ്ങളുടെ പ്രവാസത്തിന്റെ കാലഘട്ടം ജീവിക്കണം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ മക്കളാണ്. ഓരോ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയും ദൈവ മകനാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ പിതാവിനെ നാം ഭയപ്പെടുവാൻ ആവശ്യമുണ്ട്. ആ പിതാവിന്റെ മുൻപിൽ നാം ഭയത്തോടുകൂടെ നമ്മുടെ പ്രവാസത്തിന്റെ കാലഘട്ടം കഴിക്കുവാൻ, നമ്മുടെ പ്രവാസ ജീവിതം നയിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം സന്ധ്യയിൽ നമ്മെ ഓർപ്പിക്കുന്ന വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, ഗോഡ് ഈസ് അവർ ലവിംഗ് ഫാദർ. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്.
ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് മാത്രമല്ല, അവൻ ആരും കൂടിയാ? 17 വാക്യം നാം വായിച്ച അവനൊരു ജഡ്ജും കൂടിയാണ്. അവൻ നമ്മുടെ പിതാവായിരിക്കുമ്പോൾ തന്നെ അവൻ ന്യായം വിധിക്കുന്ന ദൈവം കൂടിയാണ്. ഇത് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. 3-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വലിയ കരുണാധിക്യ പ്രകാരമാണ് ദൈവം നമ്മെ എന്ത് ചെയ്ത് വീണ്ടെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മിൽ വലിയ കരുണ ദൈവം നമ്മോട് കാണിക്കുവാനായിട്ട് ഇടയായത്. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 14-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ മറ്റൊരു കാര്യം വായിക്കുന്നു, അനുസരണമുള്ള മക്കളായിട്ട്. ഇതൊക്കെയും വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം നമ്മെ ദൈവമക്കളാക്കി തീർത്തു. ആ സ്നേഹത്തിന്റെ പങ്കാളികളാക്കി ദൈവം നമ്മെ തീർത്ത് തന്റെ മക്കളാക്കി നമ്മെ തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച് നമ്മെ മക്കളാക്കി തീർത്തായിരുന്ന ആ ദൈവം സ്നേഹവാനായിരിക്കുന്ന ഒരു ദൈവം മാത്രമല്ല, അവൻ ജഡ്ജി കൂടെയാണ്, അവനൊരു ന്യായാധിപൻ കൂടെയാണ്. കാരണം നാം ചെയ്യുന്ന തെറ്റുകൾക്ക്, നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നാം ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മെ ശിക്ഷിക്കുന്ന ഒരു ന്യായാധിപൻ കൂടിയാണ് നമ്മുടെ ദൈവം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പത്രോസ് ഇവിടെ അവരുടെ രക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒരു അനുഭവമല്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെയോ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പത്രോസ് ഇവിടെ അവരെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശിക്ഷയില്ല എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ശിക്ഷ ഏതാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ രക്ഷയെ ചോദ്യം ചെയ്യുകയല്ല പത്രോസ് ഇവിടെ ചെയ്യുന്നത്. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളത് പത്രോസ് ഇവിടെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അധികം സ്ഥലങ്ങളിലൊന്നും പിതാവ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഇസ്രായേലിനോട് ബന്ധത്തിൽ കോർപ്പറേറ്റ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ ചില റെഫറൻസുകൾ മാത്രമാണ് ഇസ്രായേലിന്റെ പിതാവ് എന്നൊക്കെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം എന്താ വായിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പദവിയാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചവരാണ് പുതിയ നിയമ വിശ്വാസികൾ, ക്രിസ്തീയ വിശ്വാസികൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു, അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ അവൻ നമ്മെ ഒരു ജഡ്ജ് കൂടിയാണ്, അവൻ നമ്മെ ന്യായം വിധിക്കുന്ന ന്യായാധിപൻ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 3-ാമത്തെ കാര്യം, ഗോഡ് ഈസ് അവർ ഹോളി ജഡ്ജ്. ദൈവം വിശുദ്ധനായിരിക്കുന്ന ന്യായാധിപനാണ്, വിശുദ്ധനായിരിക്കുന്ന ഒരു ന്യായാധിപനാണ്. നമ്മോട് വായിച്ചു, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. എന്താ ഈ മുഖപക്ഷം എന്ന് പറഞ്ഞാല്? മുഖം നോക്കാതെ ദൈവത്തിന്റെ ന്യായവിധി ദൈവം നടത്തുന്നത് നമുക്കറിയാം. നമ്മുടെയൊക്കെ മധ്യത്തില് അല്ലെങ്കിൽ ലോകപ്രകാരമൊക്കെയും നമ്മളൊക്കെ ഒരാളെ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ എന്ത് ചെയ്യും? മുഖം നോക്കും, അല്ലെ? മുഖം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ശിക്ഷ വിധിക്കത്തുള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ. ഈ ഒരു പദ്ധതി സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കൽ ഇല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദൈവമക്കൾക്ക്, ദൈവസഭകൾക്ക് ലഭിക്കയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. ഓരോരുത്തരെ തന്റെ മുൻപാകെ നിർത്തി ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്, ന്യായാധിപനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ലോകത്തിലാണ് നടക്കുന്നത്, മുഖം നോക്കുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം നടക്കുന്നത് ദൈവജനത്തിന്റെ മധ്യത്തിലാണ്. ദൈവത്തിന്റെ മുൻപാകെ ഇതൊന്നും നടക്കുകയില്ല എന്നുള്ളത് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവം കേവലം സ്വർഗത്തിൽ കേവലം വസിക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ആരാ ദൈവം? അവൻ രാജകീയ സിംഹാസനത്തിൽ വാഴുന്നവനാണ് നമ്മുടെ ദൈവം. കേവലം ഒരു ഈസി ചെയറിൽ ഇവിടെ നിന്ന് രക്ഷയൊക്കെ നൽകി, രക്ഷയ്ക്ക് മാർഗമൊക്കെ ഒരുക്കി അവിടെ പോയി ഈസി ചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മുടെ ദൈവം. ന്യായവിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പലപ്പോഴും നാം വളരെ നിസ്സാരമായിട്ട് ദൈവത്തെ കാണുന്നവരാണ്, ദൈവിക ഇടപെടലിനെ കാണുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വസ്തുത, ദൈവ ഭയത്തിൽ ദൈവ പൈതൽ ജീവിക്കുന്നവനായിരിക്കണം, ദൈവജനം ദൈവ ഭയത്തിൽ ജീവിക്കുന്നവരായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുക. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ
ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഏത് ശിക്ഷാവിധിയെ ഇല്ലാത്തത്? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കാം? നമ്മൾ എന്തായി? ഫ്രീ ആയോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് നാം ഫ്രീ ആയി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് ഒരർത്ഥമില്ല. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു, പാപത്തിന്റെ ശിക്ഷയിൽ നമുക്ക് വിടുതൽ നൽകി. അതുകൊണ്ട് ഇനി എന്റെ ഇഷ്ടം പോലെ, നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ? ദൈവം കൽപ്പിച്ചതുപോലെ ദൈവിക പ്രമാണത്തിനനുസരിച്ച് മാത്രമേ ഒരു ദൈവവൈതലിനെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ആരും പാപത്തിൽ നിന്ന് വിടുതലുള്ളവരായി തീർന്നത് കൊണ്ട് ആരും വെള്ളസിംഹാസനത്തിന് മുൻപാകെ നിൽക്കത്തില്ല. അതാ അതിന്റെ അർത്ഥം. നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ദൈവം ന്യായവിധി നടത്തുന്ന വെള്ളസിംഹാസനത്തിന് മുൻപാകെ രക്ഷിക്കപ്പെട്ടവർ ഒരു വിശ്വാസിയും നിൽക്കുകയില്ല. പിന്നെയോ നിശ്ചയമായും എവിടെ നിൽക്കും? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല രക്ഷിക്കപ്പെട്ടതുകൊണ്ട്. എങ്ങനെയും ജീവിക്കുവാനായിട്ട്, നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുവാനായിട്ട്, പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാരണം ക്രിസ്തുവിന്റെ ന്യായാസനം എന്നൊരു ന്യായാസനം നമുക്ക് മുൻപാകെ ഉണ്ട്. ആ ന്യായാസനത്തിന് മുൻപാകെ ഓരോ വിശ്വാസിയും, അവിടെ വ്യത്യാസമില്ല കേട്ടോ, സാധാരണ വിശ്വാസി എന്നോ സുവിശേഷകനെന്നോ മൂപ്പനെന്നോ ഒന്നും ദൈവത്തിന് മുൻപാകെ വ്യത്യാസമില്ല. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ലഭിക്കേണ്ടതിന് ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. ഈ ഒരു ബോധ്യം നമ്മെ ഭരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്കിവിടെ ദൈവഭയത്തോട് ജീവിക്കുവാൻ, ദൈവഭയത്തിൽ നമ്മുടെ പ്രവാസകാലം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. റോമാലേഖനം 6-ാം അധ്യായം അതിന് 1-2 വാക്യങ്ങൾ. റോമാലേഖനം 6-ാം അധ്യായം അതിന് 1-2 ഭാഗ്യം നാം എന്ത് പറയുന്നു? സുഖപരിഗണനത്തിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും വരുന്നു. പാപസംബന്ധമായി മരിച്ചവരെ നാം ഇനി അതിനാൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാല് പിന്നീട് നമുക്ക് പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് അല്ല അത്. പിന്നെ ആ വ്യക്തി പാപത്തിൽ ചോദിക്കുന്നത് പാപത്തിൽ തുടരുന്നത് എങ്ങനെ എന്നാണ്. പാപത്തിൽ തുടരുവാനായിട്ട്, പാപത്തിൽ ജീവിക്കുവാനായിട്ട് ഒരു വിശ്വാസിക്ക് അവകാശമില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെയോ എങ്ങനെ നാം ജീവിക്കണം, എങ്ങനെ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവൈതലിനെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അവൻ എപ്പോഴും ആരുടെ പ്രസൻസിലാണ്? ദൈവത്തിന്റെ പ്രസൻസിലാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ളതായിരുന്ന ബോധ്യമാണ് അവൻ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? ദൈവഭയത്തിൽ ജീവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ പാപത്തിൽ തുടരാതെ പാപത്തിൽ നിന്ന് ഓടി അകലുവാനായിട്ട് അവനെ സഹായിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആര്? യോസെഫ് പാപത്തിൽ നിന്ന് ഓടി അകലുന്ന, അവൻ പറയുന്ന വാക്കുണ്ട്, ഞാന് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഒരു ദൈവവൈതൽ ദൈവഭയത്തിൽ തങ്ങളുടെ പ്രവാസകാലം കഴിക്കണമെങ്കിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം, ഏത് സമയത്തും അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്, ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിലാണ് അവൻ ജീവിക്കുന്നത് എന്നുള്ളതാണ് ബോധ്യം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവജനമേ, ദൈവഭയത്തിൽ നമ്മുടെ പ്രവാസത്തിന്റെ കാലം, ദൈവഭയത്തിൽ നമ്മുടെ ഈ പരദേശവാസം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളതാണ് ഒരു ജീവിതത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. കേവലം നാം എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുകയെ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തികളിൽ ഒന്നുമല്ല ദൈവത്തിന് പ്രസാദമുള്ളത്. ദൈവഭക്തർ, ദൈവജനം, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി എത്രമാത്രം ദൈവഭക്തി തന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു, എത്രമാത്രം ഭക്തിയോടുകൂടെ, എത്രമാത്രം ദൈവഭയത്തോടുകൂടെ അവന്റെ പ്രവാസ കാലഘട്ടം ഈ ഭൂമിയിൽ കഴിക്കുന്നു എന്നുള്ളതിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഈ സന്ധ്യയെങ്കിൽ ദൈവവചനത്തിന് മുമ്പാകെ, ദൈവസന്നിധാനത്തിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതിനെ നമുക്ക് മറന്നു കളയാം.
ആ കുറവുകളെ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഏറ്റുപറയാം. ദൈവഭയത്തോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ, പ്രത്യാശയിൽ ഒരു ക്രിസ്തീയ വിശ്വാസി പ്രത്യാശയുടെ ഉറപ്പോടുകൂടി ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ദൈവ ഭയത്തിൽ അവന്റെ ജീവിത നാളുകൾ കഴിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഇടയവനായ അടിയനെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം ഇതിനേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.